ഹലോ ചക്കരകളെ, ഞാനും ബോബനും കൂടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വരിക. ഇനി വൈകുന്നേരം ആലുവ മണപ്പുറത്ത് പോകണമെന്ന് ഓർത്തിരിക്കുക. ആലുവ മണപ്പുറത്ത് ശിവരാത്രിയുടെ വിളക്കൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, പോകണമെന്ന് ഓർത്തിരിക്കുക. പിന്നെ അമ്പലത്തിൽ തൊഴുതു. മതസൗഹാർദ്ദതയുള്ളവരാണ് ഞങ്ങൾ. ബോബൻ ചേട്ടന് അമ്പലത്തിൽ കയറി തൊഴുതു. ചേട്ടനോടെ പള്ളിയിൽ ഞാൻ പോയിരിക്കുവേ. ചേട്ടൻ പള്ളിയിൽ തൊഴുമ്പോൾ ഞാനും അവിടെ ചെന്നിരുന്നു. പള്ളിയിൽ തൊഴുമ്പോൾ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കും, കർത്താവേ കരുണ ഉണ്ടാകണം, ഞങ്ങളുടെ മേൽ കരുണ. കൂടുതലും ബോവന് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രണ്ട് സ്ഥലത്തും ഞങ്ങൾ അമ്പലത്തിലും പള്ളിയിലും പോവും ചക്കരകളെ. ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഈ മതം പറയുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ എന്ത് സന്തോഷത്തോടെ രണ്ട് സ്ഥലത്തേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ മതം ഒരു സത്യം പറഞ്ഞാൽ ഈ പല മതം ഉണ്ടാക്കിയത് സത്യത്തിൽ എന്തൊരു സന്തോഷമാണ്. എനിക്ക് മുസ്ലിംസ് ഈ തലയിലിങ്ങനെ പർദ്ദ എനിക്കിഷ്ടമില്ല. തലയിലിങ്ങനെ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് മറച്ചിങ്ങനെ പോകുന്ന കാണുമ്പോൾ അവരെ പോലെ ആകാൻ തോന്നും. ക്രിസ്ത്യൻസ് ഇങ്ങനെ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുന്നത് എന്ത് രസമാണ്. നല്ല ലൈറ്റ് കളർ ഡ്രസ്സല്ലേ അവർ കൂട്ടിയിടുന്നത്. അങ്ങനെ പോകുന്ന കാണുമ്പോൾ അവരെ പോലെയാണോ എന്ന് തോന്നും. നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ, ഞാനും ബോബനൂടെ പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും നല്ല ലൈറ്റായിട്ടുള്ള കളർ വൈറ്റോ ക്രീം കളറോ ആയിരിക്കും ബോബൻ ഇടിക്കുന്നത്. ലൈറ്റ് റോസ്, ലൈറ്റ് കളർ അതൊക്കെ ഇട്ടുണ്ട് പള്ളിയിൽ പോകുന്നത്. അവർക്ക് അടുത്ത കളറൊക്കെ പോകുമ്പോൾ അത് അമ്പലത്തിലിടാതെ പറയും. അങ്ങനെ ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ, പള്ളിയിൽ പോകുമ്പോൾ അങ്ങനെ. അമ്പലത്തിൽ ഞാൻ ചുവപ്പും പച്ചയും ചന്ദന കളറും ഒക്കെ ആയിരിക്കും ഇടുന്നത്. ഇതിപ്പോൾ ഈ ഒരു സാരി എടുത്തിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാതെ കുറേ നാളായി വെച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നെങ്കിൽ ഇന്ന് ഉടുത്തേക്കാന്ന് ഓർത്തു. ഇത് ബ്ലൗസൊക്കെ തയ്ച്ച് കുളവാക്കിയത്, ഒരു ചേട്ടൻ തയ്ച്ച ബ്ലൗസാണ്, കുറേ നാളായതാണ്. പിന്നെ അങ്ങനെ അടിപൊളി പോയിട്ട് വന്ന ഒരു സന്തോഷം, മനസ്സിനൊരു കുളിർമ. പ്രത്യേകിച്ച് ബോബൻ്റെ ഒപ്പം പോകുന്നതിന് അതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ സന്തോഷം. പിന്നെ പൊതുവേ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത് പൊതുവെ സിംഗപ്പന് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഒരു രസമാണ് ചക്കരകളെ, അല്ലേ ഭാവി? ഇടയ്ക്ക് വഴിയിൽ നിർത്തി ഒരു കരിക്കൊക്കെ മേടിച്ച് ഞങ്ങളിപ്പോൾ കൂട്ടിച്ച് അങ്ങനെ വരികയാണ് വീട്ടിലേക്ക്. അമ്മു അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് കാല് വയ്യത്തോണ്ടെങ്കിൽ ഇപ്പം ഇച്ചിരി കാലൊക്കെ വയ്യാതായപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി അമ്പലത്തിലൊക്കെ ഇനി വരണമെന്നുണ്ട്. ഗുരുവായൂർ മുമ്പ് ഇനി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അമ്പലത്തിൽ ഇപ്പോൾ വന്നേനാ, ശരിക്കും പറഞ്ഞാൽ വയ്യാത്തോണ്ട പേടിച്ചു പോയുള്ളൂ. ഞാനിങ്ങനെ പറയും, നീ അമ്പലത്തിലൊന്നും വരത്തില്ലല്ലോ, അതൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ദോഷമൊക്കെ വന്നേന്നൊക്കെ പറഞ്ഞ് വെറുതെ അമ്പലത്തിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെ ചെന്ന് ചോറിരിപ്പുണ്ട്, കറിയൊന്നും വെച്ചിട്ടില്ല, പുറത്തുനിന്ന് കഴിക്കണം. അതെ ഓവന് കറി എന്തായാലും ടപ്പ് 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 ഞാൻ വിടപെടപ്പെടായെന്ന് കറിയുണ്ടാവും. അപ്പം ചോറും അവിടെ ചെന്നിട്ട് കഴിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചക്കളെ? ഒത്തിരി പേര് പരിചയമുള്ളവരുണ്ടായിരുന്നു ഞങ്ങള്. പെട്രോൾ പമ്പിൽ വരെ പരിചയമുള്ളവരുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അയ്യോ ഞാൻ ഫിലിം സ്റ്റാർ ആയെന്നൊക്കെയാണ്. ആ സമയത്ത് അവര് ആ ഇച്ചിരി സമയം പെട്രോൾ അടിക്കാൻ നിൽക്കുന്നവരാ പെൺപിള്ളേര്. അവർ ഓടി വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അയ്യോ ഈ കഴിഞ്ഞ ലുക്കിലൊക്കെ ചെന്നിട്ട് കുറെ പേരൊക്കെ നിർത്തി ഫോട്ടോ എടുത്തപ്പോൾ ഞാനത് എനിക്ക് പക്ഷേ ചമ്മല് വരെ എൻ്റെ ഫോട്ടോയാ, അവരുടെ അവിടെ എൻ്റെ ഫോട്ടോയാ. എനിക്ക് ചമ്മലതേ. എനിക്ക് സത്യം പറഞ്ഞാൽ ചിലർക്ക് അറിയാം, എന്നിട്ട് ഇത് ഇവളോട് മിണ്ടി വെക്കില്ല, അത് ഹെഡ് വെയിറ്റ് ഉള്ളവളാണ്. ദൈവമേ എനിക്ക് അങ്ങനത്തെ സാധനം അറിയത്തില്ല കേട്ടോ. സത്യമായിട്ടും എന്നെ എവിടെയെങ്കിലും കൊണ്ടിരുത്തിയാൽ ഞാൻ ആ പ്രദേശത്തുള്ള എല്ലാവരും വർത്തമാനം പറഞ്ഞ് മിണ്ടി ദോസ്താവും. ബോബൻ അടുത്തിരിക്കുന്ന ആളെ പോലും അറിയത്തില്ല. ഞാൻ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പരിചയമായിരിക്കും, അല്ലേ ബാവേ? ഞാനങ്ങനെ എനിക്കങ്ങനെ അറിയത്തില്ലടാ, എനിക്കങ്ങനെ അറിയത്തില്ല, പറ്റത്തില്ല എനിക്ക്. ബോവന് ഞാൻ ഏതോ ഇതിൽ വായിച്ചിട്ടുണ്ട്, മിണ്ടുന്ന ഭാര്യയും അധികം മിണ്ടാത്ത ഭർത്താവുമാണെന്നല്ലേ. അയ്യോ ഇവിടെ അത് തന്നെ കേട്ടാ, ആ മിണ്ടാത്ത ബോവനെന്ന് പറഞ്ഞതിൻ്റെ എല്ലാം കേൾക്കും. ഇപ്പം അങ്ങനെ ഞങ്ങൾ പോയി തൊഴുതിട്ട് വന്നപ്പോൾ ഒരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി കേട്ടാ. എല്ലാവരോടും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നിരന്തരമായ പ്രാർത്ഥന. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത്. അത് വേ ഇത് വേ, അല്ലേ ബാവേ?
അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഈ ദുരിതങ്ങളും പ്രശ്നങ്ങളും ആണല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കരുത്. അത് ഒരു ചെറിയ ദുർഘടങ്ങളൊക്കെ നമ്മുടെ സമയദോഷം കൊണ്ടൊക്കെ വന്നു പോകുന്നതാണെന്ന് ഉള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയെന്ന് വിട്ട് കളിക്കരുത്. അതേ എനിക്ക് പറയാനുള്ളത്. പിന്നീട് നിങ്ങളെല്ലാം എത്ര പേര് ചേച്ചി പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ തുടങ്ങി, മാറ്റം വരാൻ ഒരു മനസ്സമാധാനമുണ്ട്, ജീവിതത്തിൽ പൊതുവെ ഒരു മാറ്റം എന്ന് എല്ലാവരും അതായത് എൻ്റെ വാട്സപ്പിലുള്ള 100 പേരിൽ 80 പേരും അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. ഞാനും പ്രാർത്ഥിക്കാത്ത ആളായിരുന്നു, ഇതേപോലെ തന്നെ ഒരു വ്യവസ്ഥയില്ലാത്ത ആളായിരുന്നു കുറേ അല്ലേ വർഷങ്ങളായിട്ട്. അല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബോവൻ എന്നെ പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് കിട്ടിയിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയാണ് ബോവനെ കിട്ടിയത്, ബോവൻ എന്നെ കിട്ടിയത് അല്ലേ? ബോവൻ എന്നെ കിട്ടിയിട്ട് വല്ല സന്തോഷമുണ്ടോ ഭാവി? ഓക്കെ, ഞാനൊരു നഷ്ടക്കച്ചവടം തോന്നുന്നുണ്ടോ? അല്ല ഞാനിടയ്ക്ക് ഞാൻ സ്നേഹമുള്ള ഭാര്യയാണ് ഭാവേ, ഒന്ന് പൊക്കി പറയാവേ, ഇവര് കേക്കട്ടൊന്ന്. നിങ്ങളോട് ഞാൻ എങ്ങനെയാ അതുപോലെ ഒരു സ്നേഹസമ്പന്നയായ ഭാര്യയാണ് ഞാൻ പൊതുവെ എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ബോവൻ എൻ്റെ ജീവനാണ്. അയ്യോ എനിക്ക് വയ്യ. അങ്ങനെ ചക്കരകളെ പ്രാർത്ഥിച്ച് പോയിട്ടൊക്കെ വരികയാണ്. ഞാനിങ്ങനെ ഇരുന്ന് ഒരു കാര്യം പറയാവേ, എൻ്റെ ഈ വാട്സപ്പിൽ ഒരു 30 പേരോളം കീമോ ചെയ്യുന്നവരുണ്ട്. അവർ രാത്രി 11 മണിക്ക് വരെ പാവങ്ങൾ എന്നെ വിളിക്കും, സങ്കടം വന്നിട്ടും നിരാശ വന്നിട്ടും. എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പൊതുവായിട്ട് ഇനി എന്നെ വിളിക്കാത്തവരുണ്ടെങ്കിൽ പോലും അവർക്ക് പറയാനുള്ളത്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക, നല്ല ജ്യൂസുകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുക. സ്വന്തം മനസ്സിനോട് പറയണം, എനിക്ക് എൻ്റെ ശരീരത്തിനെ മനസ്സിനെ തോൽപ്പിക്കാൻ ഒരു രോഗങ്ങൾക്കും ഒന്നിനും പറ്റത്തില്ലെന്ന് പറയണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ വിശ്വസിക്കും. എൻ്റെ ശരീരത്ത് ഒരു രോഗത്തിന് നിലനിൽപ്പില്ല, എൻ്റെ ശരീരത്തിന് ഒരു രോഗത്തിന് നിലനിൽപ്പില്ലെന്ന് മനസ്സിനോട് ഇങ്ങനെ തൊട്ട് പറയണം. അതിനുശേഷം നല്ല പ്രാർത്ഥിക്കണം. എന്നിട്ട് നന്നായിട്ട് നല്ല ജ്യൂസൊക്കെ ആയിരിക്കണം. നിങ്ങൾ ആദ്യം രാവിലെ തുടങ്ങുന്ന ജ്യൂസൊക്കെ നല്ല ജ്യൂസ് കുടിക്കണം. അതിനുശേഷം നല്ല കരിക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കണം. അഥവാ ഇനി ആരെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ ആൾക്കാരിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ആ വിഷമം അനുഭവിക്കുന്നവർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ വീട്ടിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് എപ്പോഴും ഒരു വയ്യാഴികയും എടുത്ത് കഴിക്കാനൊക്കെ മടി വരുമ്പോൾ അവർ ബാക്കിലേക്ക് പോകും. അങ്ങനെ ചെയ്യരുത്. കൂടെയുള്ളവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. മാനസിക പിന്തുണ, ശാരീരിക പിന്തുണയും നമ്മൾ കൊടുക്കുക. ശാരീരിക പിന്തുണ നമുക്ക് അവർക്കൊന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കുക, നമുക്കൊരു സാലഡ് അരിഞ്ഞ് കൊടുക്കുക. രാവിലെ ഫുഡ് കഴിക്കുന്ന കാര്യം ഒരിക്കലും നിങ്ങൾ വിശക്കത്തില്ല. ഒന്നാമത്തെ കാര്യം ഇത് വിശക്കത്തില്ല. നിങ്ങൾ വിശപ്പില്ലെങ്കിൽ ഈ ജ്യൂസുകൾ കുടിക്കുമ്പോൾ അറിയത്തില്ല. TV കാണുക, കോമഡി സിനിമ മാത്രം കാണുക. ഈ കോമഡി കണ്ട് ചിരിക്കണം. എല്ലാം ചിരിക്കുന്നവരെ വന്ന് അല്ല നെഗറ്റീവ് അതുവരെ ആരും അയ്യോ കുറഞ്ഞ ഇപ്പം എങ്ങനെയുണ്ട് അസുഖം, അയ്യോ ഇതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊന്നും കാണരുത്. നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരെ നിങ്ങളുടെ ആ ഏരിയയിൽ അടുപ്പിക്കരുത്. പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ചിങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് എനർജി ഉണ്ടാക്കരുത്. ഇത് രഹസ്യമായി വെച്ചിട്ട് നിങ്ങൾ ചികിത്സ നന്നായിട്ട് ഫുഡ് കൊടുത്ത് ഈ ആളെ നല്ല പോസിറ്റീവ്, ആദ്യം ആത്മബലം ഉണ്ടാവണം. ആ ആൾ തന്നെ മുൻകൈ എടുക്കണം. ഭർത്താവ് എടുത്ത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് നമ്മുടെ ഭർത്താവ് എടുത്ത് വരുമായിരിക്കും, മക്കളെടുത്തിരിക്കും. പിന്നെ അവർക്ക് ഇതൊരു വിലയില്ലാതെ വരും. പക്ഷേ എടുത്ത് കഴിച്ചോളൂ എന്നുള്ളൊരു മൈൻഡിൽ വരുമായിരിക്കും. അത് സ്വാഭാവികം. അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചേട്ടനെടുത്ത് തന്നില്ല, എൻ്റെ മക്കളെടുത്ത് തന്നില്ല, എൻ്റെ സെർവൻ്റ് എടുത്ത് തന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവൻ്റെ ഉത്തരവാദിത്വമാണ് ആരോഗ്യം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ സ്വന്തം മനസ്സിനെ അങ്ങനെ ബലപ്പെടുത്തിക്കണം. എൻ്റെ ആവശ്യമാണ് എനിക്ക് രാവിലെ ജ്യൂസ് കുടിക്കണം, എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, നന്നായിട്ട് എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ചിരിക്കുന്ന സിനിമകൾ കാണണം, ചിരിക്കണം, ഹൃദയം തുറന്ന് അതായത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒന്നിനെയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം എടുക്കരുത് കേട്ടോ. എപ്പോഴും ചിരിക്കുന്ന പടത്തിൽ പണ്ട ദിലീപിൻ്റെ പടം, പണ്ടത്തെ ജയറാമിൻ്റെ പടം, അങ്ങനെ സിനിമകൾ, ചിരിക്കുന്ന സിനിമകൾ, കോമഡി ഫിലിം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അത് മാത്രം കാണുക.
അപ്പോൾ ജഗതിയുടെയൊക്കെ നല്ല പടങ്ങൾ ഇതെല്ലാം കണ്ട് ചിരിച്ച് ഇരിക്കുമ്പോൾ ഒരു ഹോർമോണോ എന്തോ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രതിരോധ ശേഷിയുള്ള സാധനം അത് നമ്മൾക്ക് കൂടുതലാകുമ്പോൾ നമ്മൾക്ക് ഈ ഒരു മാസം നിങ്ങളിങ്ങനെ ഒന്ന് നോക്കിക്കും. അടുത്ത മാസം ഇത് ഞാൻ ഏതോ ഒരു ബുക്കിൽ വായിച്ചു, എൻ്റെ മോളും അത് എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് വായിച്ചത്. എന്നിട്ട് പിന്നെ അടുത്ത മാസം നിങ്ങൾ നോക്കിക്കും, നിങ്ങൾ ഭയങ്കര കേട്ടോ ഇതെങ്ങനെ ഇത്ര മിറക്കിൾ സംഭവിച്ചെന്ന് തോന്നുന്ന വിധത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആരോഗ്യ പ്രോഗ്രസ് ആവും, നല്ല അടിപൊളി മുന്നോട്ട് നമുക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് ഭയങ്കര എനർജി വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും കേട്ടോ. അതല്ലാതെ രോഗം ചടഞ്ഞു കൂടിയിരിക്കുക, ഇതിന് ചിലവാക്കുന്ന പണത്തിനെക്കുറിച്ച് ഈ പണമൊന്നും നമ്മളിവിടുന്ന് കൊണ്ടുപോകാൻ പോകണില്ല. പിന്നെ നമ്മളെന്തിനാ അതേക്കുറിച്ച് അയ്യോ നഷ്ടമായി, ഇപ്പം എൻ്റെ മക്കൾക്ക് ജീവിക്കേണ്ട പണമാണല്ലോ, എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട പണമാണല്ലോ, അല്ലെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട പണമാണല്ലോ ഈ മരുന്ന്, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതെല്ലാം നെഗറ്റീവായി ബാധിക്കും. അങ്ങനെ നമുക്ക് നെഗറ്റീവ് ചിന്തകളൊന്നും ഈ സമയത്ത് പാടില്ല. ഈ സമയം കടന്നു പോകും. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടകാലം ഉണ്ടായിരുന്നു, അത് തീരാനുള്ളൊരു പീരീഡ് നമ്മൾ കൊടുക്കണം. ആ സമയത്ത് മുഴുവൻ നിങ്ങൾ സന്തോഷിക്കാൻ നോക്കണം. നിങ്ങൾക്ക് പുറത്ത് പോകുന്ന ഇഷ്ടമാണെങ്കിൽ പുറത്ത് പോകണം. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും കഴിക്കുന്നത് വെജ് ഫുഡായിരിക്കണം കഴിക്കുന്നത്, ഒരിക്കലും നോൺ വെജ് ഒഴിവാക്കുക. എന്നിട്ട് വെജ് ഫുഡ് സാലഡുകൾ കഴിക്കുക, ജ്യൂസ് കഴിക്കുക, നല്ല എല്ലാ പച്ചക്കറികളും ഫുള്ളായിട്ട് വേവിക്കാതെ കഴിക്കുക, ചീരകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പച്ച ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ കഴിക്കുക. അപ്പോൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുക, നല്ല നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുക. കഴിച്ച് വരുമ്പോൾ നിങ്ങൾ പൊതുവെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നല്ല സൂപ്പർ സുന്ദരിയായിരിക്കും, നിറയെ മുടിയുണ്ടായിരിക്കും, കണ്ണുകൾക്ക് ഭയങ്കര തിളക്കമായിരിക്കും, സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല ക്ലിയറായിട്ടിരിക്കും, അടിപ്പനായിട്ടിരിക്കും. നെഗറ്റീവ് പറയുന്നവരെ കേൾക്കരുത്, നമ്മുടെ വാവുണ്ട് നെഗറ്റീവ് പറയരുത്. എപ്പോഴും നല്ല പ്രാർത്ഥനകളായിരിക്കണം. നാവിൻ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് വേണം ഈ പടമൊക്കെ കണ്ട് ചിരിച്ച് രാവിലെ കുളിച്ച് ഒരുങ്ങി ലിപ്സ്റ്റിക് ഇടണമെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടോ, ഇനി ആണുങ്ങളാണെങ്കിൽ പോലും നല്ല ചിരിച്ച് ഒരുങ്ങി പുറത്തൊക്കെ കറങ്ങണമെങ്കിൽ വണ്ടി എടുത്തൊന്ന് കറങ്ങുക. നിങ്ങളാണെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ ഇപ്പോൾ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്ത് സമയം കളയുന്നത്. പൈസ ഉള്ളവർ ഇല്ലാത്തൊരു വീട്ടിലിരുന്ന് ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിരിക്കുക. എല്ലാവരുടെയും കാര്യം ഞാൻ പൊതുവായി പറയുകയാണ്. ആ സിനിമ നല്ല നല്ല കോമഡി സിനിമയാണെന്ന് പറഞ്ഞാൽ പോയി കണ്ടിരിക്കണം. എന്നിട്ട് ആ പ്രേമലുമൊക്കെ പോയി കാണുന്നതോ കണ്ടോ, നല്ല അടിപൊളി സിനിമ. ആകാംക്ഷ വിടുന്നു നമ്മുടെ ചീത്ത നെഗറ്റീവ് ഇത് വൈബുണ്ടാക്കുന്ന ഒരു സാധനം പോലും കാണുകയും അങ്ങനത്തെ ആളുകൾ സംസർഗവും വേണ്ട, കൂട്ടും വേണ്ട കേട്ടോ. ഇത് എന്നെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും രോഗികൾ ഈ പേഷ്യൻസ് ഇങ്ങനെ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് നെഗറ്റീവ് പറയില്ല, അവരെ നിരാശരാക്കരുതും. ഇതിന് അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കർമ്മദോഷം ഉണ്ടാവും. അപ്പം ദൈവം അല്ല, ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് വരാതിരിക്കാൻ വേണ്ട ഒരു പ്രിക്കോഷൻ കൂടിയാണിത്, അല്ലേ വാവേ? ശരിക്കും അല്ലേ? നമ്മൾ ഒരു നന്മ ഒരാൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായ കാര്യമാണ് അത് നല്ല ഒന്നാം തരം എന്താ പറയുക, നമ്മൾ ചോദിക്കാതെ ആഗ്രഹിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായത് നമുക്ക് പ്രതീക്ഷിക്കാത്തടത്തു നിന്നായിരിക്കും നമുക്കൊരു ഹെൽപ്പും സഹായം കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ മാരക രോഗങ്ങൾ ഒഴിഞ്ഞു പോകും. നമ്മൾ വേറൊരാളെ ഇങ്ങനൊരു അവസ്ഥയിൽ സഹായിക്കുമ്പോൾ നിങ്ങളത് മറന്നു പോകരുത്. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി പേര് എന്നെ ഒരു രാത്രിയിലൊക്കെ എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. അവരുടെ മനസ്സ് തകർന്നു പോയിട്ട് വീട്ടുകാർ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നുന്നു, ആരും ഇല്ലാത്ത പോലെ തോന്നുന്നു, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ ഉള്ളവർ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഫോൺ എടുക്കാതിരിക്കുന്നത്, കാരണം എൻ്റെ മനസ്സ് എന്നോട് പറയും എടുക്കെടുക്കെന്ന്. അപ്പോൾ ഓവൻ ചിലപ്പോൾ പറയും രാത്രി എടുക്കണ്ടെന്ന് പറയും. ചിലപ്പോൾ തകർന്നിരുന്നിട്ടായിരിക്കും എന്നെ വിളിക്കും. ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, ഞാനെടുക്കും. 12:30 1 മണിയാവും ഞാൻ ഉറങ്ങുമ്പോൾ, ഞാനെടുക്കും. എന്നാലും ഞാൻ രാവിലെ കണ്ണുറക്കും അല്ലേ ഭാവി, ഒരു 5:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ജോലിക്ക് പോകും. എനിക്ക് എന്നെ അത് ബാധിക്കുന്നില്ല. ഞാൻ സന്തോഷത്തോടെ അത് എടുത്തിട്ട് അവർക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ധൈര്യമായിട്ടിരിക്കണം നിങ്ങൾ. ഈ പറഞ്ഞ കണക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് നമുക്ക് മെയിൻ. പിന്നെ ഈ ചിരിക്കുന്ന കാര്യങ്ങൾ, സാഹചര്യം ചിരിക്കുന്നതായിരിക്കണം എല്ലാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശിവരാത്രിയാണെന്ന് എല്ലാവരും ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്ത്, നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത്, നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി പൂവൊക്കെ വെച്ച് ഒരുങ്ങി പോവുക. എനിക്ക് അടുത്ത് പോവില്ല എന്നിട്ടല്ല, ഞാൻ മേടിച്ച് വെച്ചാൽ ഇഷ്ടമാണ്. പണ്ടൊന്നും എനിക്ക് പൂവെന്ന് വെക്കുന്ന ഇഷ്ടമല്ല, സത്യം പറയാമല്ലോ. പൂ വെക്കുന്നതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. കണ്ണെഴുതത്തില്ലായിരുന്നു ഞാൻ പണ്ട്, പിന്നെ വെക്കത്തില്ലായിരുന്നു. ബോബൻ എൻ്റെ കൂടെ വന്നതിൽ പിന്നെ ഞാൻ കണ്ണെഴുതുന്നത്. ലിപ്സ്റ്റിക് ഇടുന്നൊരു സ്വഭാവം എനിക്ക് കുറച്ച് നാളായിട്ട് ഈ എറണാകുളത്തൊക്കെ വന്ന ശേഷം ഉണ്ടായിരുന്നു. കണ്ണെഴുതത്തില്ലായിരുന്നു. പൂ വെക്കുന്ന എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു. ബോബന് പൂ വെക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പൂ വെക്കാൻ തുടങ്ങി അല്ലേ? ബോബൻ എന്നെ കൊണ്ട് പൂ വെപ്പിക്കാൻ തുടങ്ങിയതാണ്. പൂച്ചപ്പൂടെ ഇട്ടാണേലും പൂ വെക്കും ഞാൻ. അപ്പം
അങ്ങനെ ഒരുങ്ങി നല്ല പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കുക എല്ലാവരും കേട്ടോ. ചക്കരകളെ ഓക്കെ.